എല്ലാ ഗവൺമെന്റുകളും ടൈമിംഗ് ഒക്കെ നോക്കി തന്നെ പ്രഖ്യാപിക്കാറുണ്ട്. ഇന്ത്യയില് ഇപ്പോ ബീഹാറിൽ ഇപ്പോൾ എന്താ അവിടുത്തെ ഇന്ത്യ മുന്നണി പ്രഖ്യാപിച്ചിട്ടുണ്ട്, അവിടുത്തെ BJP ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, മഹാരാഷ്ട്രയിലും കർണാടകത്തിൽ കഴിഞ്ഞ സമയത്ത് അവർ പ്രഖ്യാപിച്ചല്ലോ. അതൊക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പിലാണ്. ഞങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മാത്രമല്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഇത്രയും പറയേണ്ട കാര്യമില്ലല്ലോ. പഞ്ചായത്തും അസംബ്ലി തെരഞ്ഞെടുപ്പും അടുത്തടുത്ത് വരികയാണ്. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് ഈ ഐസ്ക്രീമിന്റെ മേളിൽ ഒരു ചെറി വെക്കുന്ന പോലെ തെരഞ്ഞെടുപ്പിന്റെ സമയത്തല്ല വെച്ചത്. ഞങ്ങൾ പറയുന്നത് ദിസ് വി ക്യാൻ ഡു, വി വിൽ ഡു, ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും, ഞങ്ങൾ ചെയ്യും. ഗവൺമെന്റിന് തുടർച്ചയായിട്ട് അധികാരത്തിൽ വന്നാൽ ഇത് കൃത്യമായി ചെയ്യും. ഞങ്ങൾ അല്ലാതെ നേരത്തെ ഇരുന്നവർ 18 മാസക്കാലത്തെ പെൻഷൻ, സാമൂഹ്യ പെൻഷൻ 600 രൂപയായിട്ട് പോലും കുടിശ്ശിക കൊടുത്തവരാണ്. ഇതൊക്കെ ഞങ്ങൾ രാഷ്ട്രീയത്തിൽ പറയും, പ്രചരിപ്പിക്കും. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ പറഞ്ഞ മഹാരാഷ്ട്ര, കർണാടക, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പറഞ്ഞതെല്ലാം അതേപോലെ കൊടുക്കുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കണം. ഞങ്ങളങ്ങനല്ല. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോരായ്മ വന്നാൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളോട് ഞങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവാറില്ല. പത്രപ്രവർത്തകർ എന്നല്ലേ നിങ്ങൾ ചൂണ്ടിക്കാണിക്കും. ഞങ്ങൾക്കത് ദേഷ്യമില്ല. വിഷമം കാണുമായിരിക്കും ചില സമയത്ത്. ഞങ്ങളെ ആകെ ശ്വാസം മുട്ടിക്കുന്ന സമയത്ത് ആ പണം തരാത്തതിനെ പറ്റി നിങ്ങൾ പറയാതെ ഞങ്ങളെ വിമർശിക്കുമ്പോൾ ഞങ്ങൾക്ക് വിഷമം ഉണ്ടാവും. പക്ഷെ ഇവിടെ അതല്ല. ഇത് നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്.